Hello everyone, welcome to EDFIL learning. നമ്മൾ ഇന്ന് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിലെ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ PYQ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിലാണ്. ഓക്കെ, സോ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൽ നമ്മൾ മെയിനായിട്ട് എടുക്കാൻ പോകുന്നത് മനോവ, അനോവ, ആൻകോവ ഈ മൂന്ന് ടെസ്റ്റുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസൈൻസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മളുടെ ഫസ്റ്റ് PYQ, in which of the following statistical analysis we have more than one dependent or outcome variable? 2025 ചോദിച്ച ചോദ്യമാണ്. ഇതിൽ ഏതിലാണ് ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ ഔട്ട്കം വേരിയബിൾ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വന്നിരിക്കുന്നത് സിമ്പിൾ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ്, 3-way അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇതാണ് നമ്മളുടെ ഓപ്ഷൻ. അപ്പം ഈ ഒരു ഓപ്ഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ് സിമ്പിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും. അപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് അതിനൊന്ന് പറഞ്ഞിട്ട് പോകാം. സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുമ്പം എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യുന്നതാണ് എന്ത്? സിമ്പിൾ റിഗ്രഷൻ. എക്സാമ്പിൾ, പ്രെഡിക്റ്റിംഗ് എക്സാം സ്കോർസ് ഫ്രം ഹവേഴ്സ് സ്റ്റഡീഡ്. നമ്മൾ പഠിച്ച മണിക്കൂറുകളുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര സ്കോർ കിട്ടുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ റിഗ്രഷൻ. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ റിഗ്രഷൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. ഇനി ഇവിടെ എന്തേ ഉള്ളൂ? വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ അല്ലേ? അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോർ ദാൻ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഏതാണ് ഇതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സിമ്പിൾ റിഗ്രഷൻ എന്തല്ല? ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഓപ്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ സിമ്പിൾ റിഗ്രഷനിൽ വരുന്നുള്ളൂ. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ, എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുന്നതാണ് മൾട്ടിപ്പിൾ റിഗ്രഷനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രെഡിക്റ്റിംഗ് എക്സാം സ്കോർസ് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സാം സ്കോർസ് തന്നെ. പക്ഷേ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? ഹവേഴ്സ് സ്റ്റഡീഡ് നോക്കുന്നുണ്ട്, സ്ലീപ്പ് നോക്കുന്നുണ്ട്, മോട്ടിവേഷൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണം കൂടുകയും പക്ഷേ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് മാത്രമായി നിൽക്കുകയും ചെയ്യുന്നതാണ് എന്ത്? മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഇനി ഡിപ്പെൻഡൻറ്റ്, സ്റ്റിൽ ഓൺലി വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ റിഗ്രഷനും നമ്മളുടെ ആൻസർ അല്ല. ഇനി വരുന്നതാണ് എന്ത്? മനോവ, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ്. മനോവ സിംപ്ലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് അനോവ. അനോവയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് മനോവ എന്ന് പറയുന്നത്. അനോവ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിഫറൻസസ് ഓൺ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം അനോവ എന്താണ്? ഗ്രൂപ്പ് ഡിഫറൻസസ് ബേസ്ഡ് ഓൺ വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസിസിലാണ് എന്നുണ്ടെങ്കിൽ മനോവ ഗ്രൂപ്പ് ഡിഫറൻസസ് ഓൺ 2 or more ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് സൈമൾട്ടേനിയസ്ലി. അപ്പം അനോവ ഗ്രൂപ്പ് ഡിഫറൻസസ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസിസിലാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ മനോവ രണ്ടോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഒരേ സമയത്ത് ഗ്രൂപ്പ് ഡിഫറൻസസിൽ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഡിപ്പെൻഡൻസ് എന്തുണ്ട്? 2 or more ഡിപ്പെൻഡൻസ് ഉണ്ടല്ലേ. അപ്പം നമ്മളുടെ ആൻസർ എന്താകാം? മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് ആകാം, മനോവ ആകാം. ഇനി നാലാമത്തെ ഓപ്ഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. മനോവ കൺസിഡേഴ്സ് ഓൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ടുഗെദർ ഗിവിങ് എ മോർ റിയലിസ്റ്റിക് ആൻഡ് പവർഫുൾ ടെസ്റ്റ്. അപ്പം ഈ എല്ലാ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാൻ മനോവയെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. മനോവ ടെസ്റ്റ് വെദർ ദ മൾട്ടിവേരിയേറ്റ് മീൻസ് ഓഫ് ഗ്രൂപ്പ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ്. അപ്പം മൾട്ടിവേരിയേറ്റ് ഗ്രൂപ്പ്സിൻ്റെ മൾട്ടിവേരിയേറ്റ് മീൻസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനോവ എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മനോവയുടെ അസംഷൻസ് എന്തൊക്കെയാണ്? dependent variable should be
നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. മനോവ ആണെങ്കിലും അനോവ ആണെങ്കിലും ആൻകോവ ആണെങ്കിലും ഒക്കെ എന്താണ് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്തായിരിക്കണം? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അപ്പോൾ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കഴിയുന്നതും ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് പാരാമെട്രിക്കിൻ്റെയും നോൺ പാരാമെട്രിക്കിൻ്റെയും അസംഷൻസ് എന്നൊക്കെ മനസ്സിലാകും. അപ്പം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇനി ഹോമോജനിറ്റി ഓഫ് വേരിയൻസ് ഉണ്ടാകണം. അതായത് വേരിയൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഈസ് ഈക്വൽ. അപ്പം ഗ്രൂപ്പ്സ് തമ്മിലുള്ള വേരിയൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതിനാണ് ഹോമോജനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ലിനിയറിറ്റി ആൻഡ് നോ മൾട്ടി കൊളീനിയറിറ്റി. അപ്പം ദ ഡിവിസ് ഷുഡ് ബി റിലേറ്റഡ് ബട്ട് നോട്ട് ടു സ്ട്രോങ്ലി കോറിലേറ്റഡ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ ലീനിയർ പൊസിഷൻ ഉണ്ടാകണം, അല്ലെ ലീനിയറിറ്റി ഉണ്ടാകണം. പക്ഷേ അവർ തമ്മിൽ കൂടുതൽ കോറിലേറ്റഡ് ആവരുത്. അപ്പം ലീനിയർ അസോസിയേഷൻ ഉണ്ടാകണം, എങ്കിൽ കൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കോറിലേഷൻ എന്ത് ചെയ്യരുത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ ഉണ്ടാകരുത്. അതാണ് നോ മൾട്ടി കൊളീനിയറിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. ഡസ് ദ ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് എഫക്ട് ബോത്ത് എക്സാം പെർഫോമൻസ് ആൻഡ് സ്റ്റുഡൻറ് മോട്ടിവേഷൻ? അപ്പം ടീച്ചിങ് മെത്തേഡ് എക്സാം പെർഫോമൻസിനെയും സ്റ്റുഡൻറ് മോട്ടിവേഷനെയും രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? നമ്മളുടെ ടീച്ചിങ് മെത്തേഡാണ് അല്ലേ. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? ടീച്ചിങ് മെത്തേഡാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സാം പെർഫോമൻസും സ്റ്റുഡൻറ് മോട്ടിവേഷനും. ഓക്കെ. ഇനി ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് 2 സെപ്പറേറ്റ് അനോവാസ്, 1 ഫോർ പെർഫോമൻസ് ആൻഡ് 1 ഫോർ മോട്ടിവേഷൻ, റൺ എ മനോവ. അപ്പം 2 ടെസ്റ്റ്, അതായത് 2 അനോവ ടെസ്റ്റ്, ഈ 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും കൂടി 2 ടെസ്റ്റ് നടത്തുന്നതിന് പകരം നമ്മൾക്ക് ഒരൊറ്റ മനോവ നടത്തി കഴിഞ്ഞാൽ 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ലുക്സ് അറ്റ് ദ കോമ്പിനേഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കോമ്പിനേഷനെയും അത് നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? മേ ബി ദ ന്യൂ ടീച്ചിങ് മെത്തേഡ് ഡസൻ ജസ്റ്റ് എഫക്ട് പെർഫോമൻസ് അലോൺ ഓർ മോട്ടിവേഷൻ അലോൺ ബട്ട് ദ ജോയിൻറ്റ് പ്രൊഫൈൽ ഓഫ് പെർഫോമൻസ് ആൻഡ് മോട്ടിവേഷൻ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ് പെർഫോമൻസിനെ മാത്രമായിട്ടോ അല്ലെങ്കിൽ മോട്ടിവേഷനെ മാത്രമായിട്ടോ എഫക്ട് ചെയ്യണം എന്നില്ല. ഇത് രണ്ടും കൂടി ചെയ്തിട്ടുള്ള കമ്പൈൻ ആയിട്ടുള്ള ഫോമിലും എന്ത് ചെയ്യാം? എഫക്ട് ചെയ്യാം. സോ ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് വന്ന ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത PYQയിൽ വന്ന 4ാമത്തെ ഓപ്ഷനാണ് എന്ത്? 3-way അനോവ. അനോവ വിത്ത് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് എന്ത്? 3-way അനോവ. അപ്പം അനോവയിൽ തന്നെ 1-way അനോവ, 2-way അനോവ, 3-way അനോവ ഉണ്ട്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ 3-way അനോവ എന്ന് പറയുമ്പോൾ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളതാണ്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡിയിങ് ദ എഫക്ട് ഓഫ് ജെൻഡർ, സ്റ്റഡി മെത്തേഡ് ആൻഡ് ടൈം ഓഫ് ഡേ. അപ്പം ജെൻഡർ, മെയിൽ ഫീമെയിൽ, സ്റ്റഡി മെത്തേഡ്, ഗ്രൂപ്പ് അല്ലെങ്കിൽ സോളോ ആയിട്ട് ഡിസ്കഷന്, പിന്നെ ഫാക്ടർ 3 മോർണിംഗ് ഈവനിങ്. അപ്പം ടൈം ഓഫ് ദ ഡേ. ഈ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? എക്സാം സ്കോർ. അപ്പം ഇവിടെയും ഡിപ്പെൻഡൻറ്റ് എത്ര മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ബാക്കി നമ്മൾ ഈ എക്സാമ്പിളിൽ എടുത്ത 3 എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വി ഹാവ് മോർ ദാൻ 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നമ്മളുടെ ആൻസർ എന്തായിരിക്കും വരിക? മൾട്ടി വേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ബാക്കി 3 എണ്ണത്തിനും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എത്രയേ ഉള്ളൂ? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ. ബാക്കി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. പക്ഷെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ബാക്കി മൾട്ടി വേരിയേറ്റ് അല്ലെങ്കിൽ മനോവയിൽ മാത്രമേ എന്തുള്ളൂ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മൾട്ടിപ്പിൾ ആയിട്ട് വരും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഡിസൈന്, ലിസ്റ്റ് 2 ഫുൾ ഫോംസ്. വളരെ സിമ്പിളായിട്ട് 2022 ചോദിച്ച ഒരു ചോദ്യമാണിത്. വളരെ വളരെ സിമ്പിളായിട്ട് ചോദിച്ചതാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ അനോവ, മനോവ, ആൻകോവ എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഫുൾ ഫോം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പം അനോവ, അതിൻ്റെ ഫുൾ ഫോം മനോവ, ആൻകോവ. ഈ 3 എണ്ണത്തിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ആ ഓപ്ഷൻസിലുള്ളതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോവാം.
അനോവ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് used to test whether the means of two or more groups are significantly different. അപ്പം എന്താണ്, രണ്ടോ അല്ല അധികമോ അല്ലെ മൂന്നോ അതിലധികമോ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ മീൻസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ അനോവ വഴി പരിശോധിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിംഗ് ഗ്രൂപ്പ്സ് വൺ ബൈ വൺ, അപ്പം മൾട്ടിപ്പിൾ ടി ടെസ്റ്റ് വഴി ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാതെ അനോവ ഡസ് ഇറ്റ് ഇൻ വൺ ടെസ്റ്റ് റെഡ്യൂസിങ് എറർ. അപ്പം അനോവ വഴി അതെന്ത് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് എറർ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മൂന്നോ അതിലധികമോ ആയിട്ടുള്ള രണ്ടോ അതിലധികമോ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ മീൻസ് കമ്പയർ ചെയ്തിട്ട് അത് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത്, അനോവ. ഇനി ടൈപ്സ് ഓഫ് അനോവ നമ്മൾ നേരത്തെ പറഞ്ഞു, 1 വേ ഉണ്ട്, 2 വേ ഉണ്ട്, 3 വേ ഉണ്ട് അല്ലേ. അപ്പം 1 വേ അനോവ, 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിത്ത് 2+ ഗ്രൂപ്പ്സ്. അപ്പം രണ്ടോ അതിലധികമോ ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമാണ് 1 വേ അനോവയിൽ ഉണ്ടാകുക, കൂടാതെ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളും, അതാണ് എന്ത് 1 വേ അനോവയിൽ വരുന്നത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പയർ ടെസ്റ്റ് സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് അക്രോസ് 3 ടീച്ചിങ് മെത്തേഡ്സ്, അതാണ് എന്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സെയിം എക്സാമ്പിൾസ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 വേ അനോവേനെ പറ്റിയിട്ടാണ്. 1 വേ അനോവയിൽ നമ്മൾ പറഞ്ഞ് 1 IV-യും 1 DV ആണുള്ളത് അല്ലേ. അപ്പം 2 വേ അനോവയിൽ എന്തുണ്ട്, 2 IVs-ഉം 1 DV ആണ്. ഇവിടെ IVs-ൽ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ, DV-ൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. അപ്പം DV ഒന്ന് മാത്രമേ ഉള്ളൂ, IV-ൽ എന്തുണ്ട്, മാറ്റമുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ 2 എണ്ണമായിട്ട് മാറുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ എന്തും കണ്ടുപിടിക്കാൻ പറ്റും, മെയിൻ എഫക്റ്റ് ഫാക്ടർ A, മെയിൻ എഫക്റ്റ് ഫാക്ടർ B, കൂടാതെ ഇന്ററാക്ഷൻ എഫക്റ്റും 2 വേ അനോവ വഴി കണ്ടുപിടിക്കാൻ പറ്റും. 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടറിൻ്റെ മെയിൻ എഫക്റ്റും ഈ ഫാക്ടറിൻ്റെ മെയിൻ എഫക്റ്റും കൂടാതെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എഫക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 2 വേ അനോവ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. യു ടെസ്റ്റ് റിയാക്ഷൻ ടൈം അണ്ടർ. അപ്പം നമ്മൾ റിയാക്ഷൻ ടൈം കൺസിഡർ ചെയ്യാണ്. ഫാക്ടർ A എന്ന് പറയുന്നത് ലൈറ്റിങ്, അത് ഡിമ്മ്, മീഡിയം, ബ്രൈറ്റ് ഒക്കെ ഉണ്ട്. ഫാക്ടർ B എന്ന് പറയുന്നത് നോയ്സ് ലെവൽ, ഹൈ, ലോ. നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്ത് വരുന്നത്, റിയാക്ഷൻ ടൈം വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. മെയിൻ എഫക്റ്റ് ഓഫ് ലൈറ്റിങ് നമുക്ക് ഈ ഒരു അനോവ വഴി കണ്ടുപിടിക്കാൻ പറ്റും. ലൈറ്റിങ്ങിൽ എന്താ പറയുക, നമ്മളുടെ റിയാക്ഷൻ ടൈമിലുള്ള എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൂടാതെ മെയിൻ എഫക്റ്റ് ഓഫ് നോയ്സ് നമ്മളുടെ റിയാക്ഷൻ ടൈമിലുള്ളതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കൂടാതെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്ററാക്ഷൻ എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഡസ് ലൈറ്റിംഗ് എഫക്റ്റ് ഡിപ്പെൻഡ് ഓൺ നോയ്സ് ലെവൽ, ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് നോയ്സ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇത് തമ്മിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 2 വേ അനോവ വഴിയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്, 3 വേ അനോവ. 3 IVs ആണ്, 1 DV ആണ്. അപ്പം 1 വേ അനോവയിൽ 1 IV 1 DV, 2 വേ അനോവയിൽ 2 IV 1 DV, 3 വേ അനോവയിൽ 3 IV 1 DV. അപ്പം DV ഒന്ന് തന്നെയുള്ളൂ, IV-യിലാണ് മാറ്റം വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ ഇഫക്ട്സ് കണ്ടുപിടിക്കുന്നുണ്ട്, 2 വേ ഇൻ്ററാക്ഷൻസ് 2 വേരിയബിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് കണ്ടുപിടിക്കുന്നുണ്ട്, കൂടാതെ 3 വേ ഇൻ്ററാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള 3 എണ്ണം തമ്മിൽ ഇൻ്ററാക്ഷൻസ് ഉണ്ടോ എന്നും അതിലേതെങ്കിലും 2 എണ്ണം തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ടോ എന്നും മെയിൻ ഇഫക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3 വേ അനോവയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി എക്സാമ്പിൾ ആയിട്ട് ഇഫക്ട്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്, ജെൻഡർ, സ്റ്റഡി ടൈം, ഈ 3 എണ്ണവും ടെസ്റ്റ് സ്കോർ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലുള്ള മാറ്റം, അതിൻ്റെ ഇൻ്ററാക്ഷൻ എഫക്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അസംഷൻസ് നമുക്ക് നോക്കാം. നോർമാലിറ്റി വേണം, നമ്മൾ പറഞ്ഞല്ലേ പാരാമെട്രിക് ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഹോമോജനിറ്റി ഓഫ് വേരിയൻസസ് വേണം, ഈക്വൽ വേരിയൻസസ് ആയിരിക്കണം. കൂടാതെ ഇൻഡിപെൻഡൻസ് ഓഫ് ഒബ്സർവേഷൻസ് വേണം. ഒരു ഗ്രൂപ്പിലുള്ളത് മറ്റൊരു ഗ്രൂപ്പിലുള്ള സ്കോർസിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇൻഡിപെൻഡൻസ് ഓഫ് ഒബ്സർവേഷൻസും ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വന്നാൽ എന്ത്, ആങ്കോവ, അനാലിസിസ് ഓഫ് കോവേരിയൻസ്. അനാലിസിസ് ഓഫ് കോവേരിയൻസ് ഇറ്റ്സ് ലൈക്ക് അനോവ പ്ലസ് റിഗ്രഷൻ കമ്പൈൻഡ്. അപ്പം അനോവയും റിഗ്രഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോം പോലെയാണ് എന്ത്, ആങ്കോവ എന്ന് പറയുന്നത്. ഇറ്റ് കമ്പയർസ് ദ മീൻസ് ഓഫ് ഗ്രൂപ്പ്സ്
like ANOVA, but at the same time it removes the effect of other variables, covariates, that might influence the dependent variable. ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് പറ്റും? നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയബിളിൻ്റെ എഫക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മൾ ഗ്രൂപ്പ്സിൻ്റെ മീൻസ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പം നമ്മൾ രണ്ട് ഗ്രൂപ്പ്സിൻ്റെ മീന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേറൊരു വേരിയബിളിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ പറ്റും. ആ ഒരു വേരിയബിളിനാണ് നമ്മൾ കോവേരിയേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ പറ്റും. അതാണ് ആൻകോവയിൽ പറയുന്നത്. ഓക്കെ, ഇപ്പം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം? കാറ്റഗറിക്കൽ ആയിരിക്കണം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പം ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്സ് പോലെയുള്ള കാറ്റഗറിക്കൽ ആയിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിളും കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റ് സ്കോർ, വെയിറ്റ്, BP പോലെയുള്ളത് ഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കണം. കോവേരിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ കണ്ടിന്യൂസ് വേരിയബിൾ യു വാണ്ട് ടു കൺട്രോൾ ഫോർ ബിക്കോസ് ഇറ്റ് മേ എഫക്ട് DV ബട്ട് ഈസ് നോട്ട് യുവർ മെയിൻ ഇൻട്രസ്റ്റ്. ആ ഒരു കാര്യത്തിൽ ആ ഒരു വേരിയബിൾ നിങ്ങളുടെ സ്റ്റഡിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ വരുന്നതല്ല എങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വേരിയബിൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ? അത് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യാം. സോ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി യൂസ്ഡ് ടു റെഡ്യൂസ് എറർ വേരിയൻസ് ബൈ അഡ്ജസ്റ്റിംഗ് ഫോർ കോവേരിയേറ്റ്സ്. കോവേരിയേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ എറർ വേരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ടു മേക്ക് ദ ഗ്രൂപ്പ് കമ്പാരിസൺ ഫെയറർ ബൈ കൺട്രോളിങ് ഫോർ ബേസ് ലൈൻ ഡിഫറൻസസ്. ഗ്രൂപ്പ് കമ്പാരിസൺസ് കൂടുതൽ ഫെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആൻകോവയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ യു വാണ്ട് ടു കമ്പയർ എക്സാം സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ 3 ടീച്ചിങ് മെത്തേഡ്സ്. 3 ടീച്ചിങ് മെത്തേഡ്സ് വഴി ഉള്ള കുട്ടികളുടെ എക്സാം സ്കോർസ് നമുക്ക് നോക്കാം. ബട്ട് സ്റ്റുഡൻസ് ഹാഡ് ഡിഫറെൻറ്റ് IQ ലെവൽസ്. പക്ഷേ എന്താണ്, ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ IQ ലെവൽസ് ഈ ക്ലാസ്സിന് മുന്നേ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഓരോ കുട്ടികൾക്കും ഓരോ IQ ലെവൽസ് ഉണ്ടാകും. ഇത് നമ്മളുടെ എക്സാം പെർഫോമൻസ്, അതായത് നമ്മളുടെ എക്സാം സ്കോർസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പം ഈ ഒരു IQ ആണ് നമ്മളുടെ കോവേരിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് മെത്തേഡ് നമ്മളെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സാം സ്കോർ നമ്മളെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം IQ നമ്മളുടെ കോവേരിയേറ്റ്. അപ്പം അൻകോവ എന്ത് ചെയ്യും? റിമൂവ്സ് ദ എഫക്റ്റ് ഓഫ് IQ ആൻഡ് ടെസ്റ്റ് വെദർ ടീച്ചിങ് മെത്തേഡ് സ്റ്റിൽ ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി. IQയുടെ എഫക്റ്റ് റിമൂവ് ചെയ്യും എന്നിട്ടും കൂടി നമുക്ക് ടീച്ചിങ് മെത്തേഡ്സ് ഈ കുട്ടികളുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അസംഷൻസ് ഓഫ് ആൻകോവ, നോർമാലിറ്റി വേണം, ഹോമോജനിറ്റി വേണം, പിന്നെന്താണ്? കോവേരിയേറ്റ് മസ്റ്റ് ഹാവ് എ ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് ലീനിയറിറ്റി എന്ന് പറയുന്നത് കോവേരിയേറ്റിന് എന്തുണ്ടാകണം? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ഇനി ഹോമോജനിറ്റി ഓഫ് റിഗ്രഷൻ സ്ലോപ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോവേരിയേറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മസ്റ്റ് ബി ദ സെയിം അക്രോസ് ഗ്രൂപ്പ്സ്. അപ്പം ഏത് ഗ്രൂപ്പിൽ എടുക്കുകയാണെങ്കിലും, 2 ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ 2ൽ കൂടുതലാണെങ്കിലും ആ ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ എന്തുണ്ടാവണം? അവരുടെ റിലേഷൻഷിപ്പ്, കോവേരിയേറ്റും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് ഈ ഓപ്ഷനിലുള്ള 3 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിൽ ജസ്റ്റ് നമ്മളുടെ ഫുൾ ഫോം മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ നമ്മുടെ ഫുൾ ഫോം എന്താ വരിക? അനോവ എന്ന് പറയുമ്പം അനാലിസിസ് ഓഫ് വേരിയൻസ്, മെനോവ മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ്, ആൻകോവ എന്താണ്? അനാലിസിസ് ഓഫ് കോവേരിയൻസ്. സോ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, 2, 1, 3. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നല്ല എങ്കിൽ കൂടിയിട്ട് വരാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, എങ്കിൽ കൂടിയിട്ട് നമുക്കൊന്നും കൂടി ഇതിനെ ഡിസ്കസ് ചെയ്യാൻ നെറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ വെൻ നൾ ഹൈപ്പോത്തസിസ് ഇസ് ഫാൾസ് ആൻഡ് വി ആർ അക്സെപ്റ്റിംഗ് ഇറ്റ് ദെൻ വി മേക്ക്. ഏത് എററാണ്? ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, എറർ ഓഫ് ഫോൾസിഫയബിലിറ്റി, അക്സെപ്റ്റൻസ് എറർ. അപ്പം ടൈപ്പ് 1 2 ആണോ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഇതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ടൈപ്പ് 1 എറർ, റിജക്റ്റഡ് ട്രൂ നൾ ഹൈപ്പോത്തസിസ്. അപ്പം നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് എന്ത്?
ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശരിയായിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് ടൈപ്പ് 1 എറർ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ് എന്നും അതിനെ പറയുന്നുണ്ട്. ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് ദിസ് എറർ ഇസ് ആൽഫ. അപ്പം ഈ ഒരു എറർ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സിൻസ് ദ റിസർച്ചർ ചൂസസ് ദ ആൽഫ, the responsibility for making this error lies on the researcher. റിസർച്ചർ ആണ്, നമ്മളാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ എറർ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് 2 എറർ, accept a false null hypothesis. ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുക. തെറ്റായിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ ടൈപ്പ് 2 എറർ. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് ദിസ് എറർ ഇസ് ബീറ്റ. ഈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഈ എറർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബീറ്റ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് നമ്മളുടെ സാമ്പിൾ സൈസിലോ പോപ്പുലേഷൻ വേരിയൻസിലോ ആണ്. അപ്പം ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ ടൈപ്പ് 2 എറർ അല്ലേ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെൻ നൾ ഹൈപ്പോത്തസിസ് ഇസ് ഫോൾസ് ആൻഡ് വി ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ വരിക? ടൈപ്പ് 2 എറർ. ഓക്കെ, ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് 2 എററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇഫ് യുവർ ടോപ്പിക് ഇസ് ഡിഫിക്കൽട്ട് ടു ടെസ്റ്റ് ഡ്യൂ ടു ഹാർഡ് സാമ്പിളിംഗ് ഓർ ഹൈ വേരിയബിലിറ്റി, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് എറർ. അപ്പം നിങ്ങളുടെ ടോപ്പിക്ക് ടെസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് മാറുകയാണ് എപ്പം നിങ്ങളുടെ സാമ്പിളിങ് ഹാർഡാവുക അല്ലെങ്കിൽ വേരിയബിലിറ്റി കൂടുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് നടത്താൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക് നടത്താൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് എററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ടൈപ്പ് 2 എററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഫോൾസ് നെഗറ്റീവ് എന്നും ഇതിനെ പറയുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ. അപ്പം ഒരു നൾ ഹൈപ്പോത്തസിസിനെ ഫോൾസ് നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യാൻ, അതായത് അക്സെപ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. പവർ ഓഫ് ദ ടെസ്റ്റിനെയാണ് അല്ലെങ്കിൽ 1 മൈനസ് ബീറ്റേനെയാണ് നമ്മൾ പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. റിസർച്ചർ ഇൻക്രീസസ് ദ പവർ ഓഫ് ടെസ്റ്റ് ബൈ ഇൻക്രീസിങ് ദ സാമ്പിൾ സൈസ്. അവർക്ക് പവർ ഓഫ് ദ ടെസ്റ്റ് കൂട്ടാൻ പറ്റും. എങ്ങനെ? സാമ്പിൾ സൈസ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം അല്ലേ. ഒരു സിനാരിയോ ആണ്. നിങ്ങളൊരു പ്രൊപ്പോസൽ സീനാന്ന് വിചാരിക്കാം. നിങ്ങളൊരു നായകൻ, നിങ്ങൾക്കൊരു നായിക. ഓക്കെ, സോ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ H0 എന്ന് പറയുന്നത് എന്താണ്? ഷീ ഡസ് നോട്ട് ലവ് മീ. അതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് അപ്പം എന്ത് വരും? ഷീ ലവ്സ് മീ അല്ലേ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ H1 എന്ന് പറയുന്നത് ഷീ ലവ്സ് മീ എന്നും H0 എന്ന് പറയുന്നത് ഷീ ഡസ് നോട്ട് ലവ്സ് മീ. ഓക്കെ, ഇനി ടൈപ്പ് 1 എറർ എന്താണ് വരിക നോക്കാം. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ്സ് ആക്ച്വലി ട്രൂ. H0 ട്രൂ ആണ്, അത് സത്യമാണെന്നുണ്ടെങ്കിലും അതിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ അല്ലേ. അപ്പം നമ്മൾ H0 എന്താ? ഷീ ഡസ് നോട്ട് ലവ് മീ. അത് അയാൾ അങ്ങോട്ട് റിജക്റ്റ് ചെയ്തു. അയാൾ വിചാരിക്കുകയാണ് ആ കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പം യു തിങ്ക് ഷീ ലവ്സ് യു. അപ്പം അയാൾ H0 മൊത്തമായിട്ട് അങ്ങ് റിജക്റ്റ് ചെയ്തിട്ട് അയാൾ വിചാരിക്കുകയാണ് ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്ത്? പോയി പ്രപ്പോസ് ചെയ്തു. പക്ഷേ ശരിക്കും എന്തില്ല? ഷീ ഡസ് നോട്ട് ലവ് യു. പക്ഷെ ശരിക്കും എന്താണ്? ആ കുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് എന്തായി? അവളെ ഹാർട്ട് ബ്രേക്ക് ആയില്ലേ. ഷീ റിജക്ട്സ് യു. അപ്പം ശരിയായിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിജക്റ്റ് ചെയ്തു. അതാണ് എന്ത്? ടൈപ്പ് 1 എറർ. ഇനി ഇതേ കേസിൽ നമുക്ക് ടൈപ്പ് 2 എറർ നോക്കിയാലോ. അപ്പം ഫെയിലിംഗ് ടു റിജക്ട് H0 വെൻ ഇറ്റ്സ് ഫോൾസ്. H0 അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെ തെറ്റായിട്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് എന്ത്? ടൈപ്പ് 2 എറർ. നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എന്ത് പറയാം? യു അസ്യൂം ഷീ ഡസൻറ്റ് ലവ് യു. നിങ്ങൾ വിചാരിക്കുകയാണ് അവൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അതാണ് നമ്മൾ accept H0 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെവർ പ്രൊപ്പോസ്. അവൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യാണ്? വിചാരിക്കുകയാണ്. എന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടം അയാളോട് തുറന്നു പറയുന്നില്ല. ബട്ട് ഇൻ റിയാലിറ്റി ഷീ ഡസ് ലവ് യു. പക്ഷെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായി അവിടെ ഔട്ട്കം?
നിങ്ങൾക്ക് ആ ഒരു ചാൻസ് മിസ്സായി അല്ലേ? അപ്പം അതാണ് നമ്മളുടെ ടൈപ്പ് 2 എറർ. അതായത് എന്താണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും നോക്കാം. അപ്പം നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ടും അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് 1 എററും, നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ടൈപ്പ് 2 എററും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൾസ് പോസിറ്റീവ് എന്നും പറയുന്നുണ്ട്, അതിനെ ഫോൾസ് നെഗറ്റീവ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇവിടെ EDFIL ENLITE എന്ന് പറയുന്ന കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെ യൂട്യൂബ് ക്ലാസ്, PYQ, മോക്ക് ടെസ്റ്റ്, വെബിനാർസ്, സ്റ്റഡി നോട്ട്സ് ഒക്കെ ഉണ്ട്. സോ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഇതെല്ലാം തന്നെ നിങ്ങൾ ആക്സസിബിൾ ആയിരിക്കും. അതെല്ലാം തന്നെ ട്രൈ ചെയ്യുക. കൂടാതെ EDFILന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക്